ടൂറിസം രംഗത്ത് വൻ വികസന പദ്ധതികൾ തയ്യാറാക്കിയ റാസുൽ ഖൈമ 2030 പ്രതിവർഷം വിനോദസഞ്ചാരികളുടെ എണ്ണം 3.5 ദശലക്ഷമായി ഉയർത്തുകയാണ് ലക്ഷ്യം. താമസ സൗകര്യങ്ങളും അനുബന്ധ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കുമെന്നും റാസുൽ ഖൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ പ്രധാന സ്ഥലമാണ് റാസുൽ ഖൈമ. ഓരോ വർഷവും എമിറേറ്റിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായാണ് കണക്കുകൾ. ഇതോടെ കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. നിലവിൽ 8000 ഹോട്ടൽ മുറികളാണുള്ളത്. ഇത് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുമെന്ന് റാസുൽ ഖൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി സിഇഒ റാക്കി ഫിലിപ്പ് അറിയിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള പുതിയ ഹോട്ടൽ പദ്ധതിയാണ് നടപ്പിലാക്കുക. അൽമർജാൻ ദ്വീപിൽ യുഎയിലെ ആദ്യത്തെ സംയോജിത ഗെയിമിംഗ് റിസോർട്ട്, ഹോട്ടൽ, കസിനോ എന്നിവ ആരംഭിക്കും. ഇതിനായി വിൻ റിസോർട്ട്സിന് ആദ്യത്തെ വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്റർ ലൈസൻസ് നൽകി. 2030 പ്രതിവർഷം സന്ദർശകരുടെ എണ്ണം 3.5 ദശലക്ഷമായി ഉയരുമെന്നും റാക്കി ഫിലിപ്പ് അറിയിച്ചു. കുടുംബ സന്ദർശകരെത്തി രാത്രികാലങ്ങളിൽ ചെലവഴിക്കുന്ന പ്രധാന കേന്ദ്രമാണ് റാസുൽ ഖൈമ. വിപണിയിലും കൂടുതൽ മാറ്റങ്ങൾക്കാണ് പദ്ധതിയിടുന്നത്. ശൈത്യകാലത്തും പ്രധാന അവധി ദിനങ്ങളിലുമെല്ലാം സന്ദർശകർക്കായി കൂടുതൽ വിനോദ പരിപാടികൾ ഒരുക്കുന്നതിനും പദ്ധതിയുള്ളതായി റാസുൽ ഖൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കി. NTV റാസുൽ ഖൈമ.